ഹലോ മക്കളെ, നമ്മൾ ഇന്ന് നോക്കുന്നത് ഒന്നാം ക്ലാസ്സുകാർക്ക് ആനുവൽ എക്സാമിന് ഉത്കൃതിതം 1-2 അല്ലേ, ഒന്നാം ദിവസവും രണ്ടാം ദിവസവും ഇൻ്റഗ്രേഷൻ ഡേ 1 ഡേ 2 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി പരീക്ഷ വരുന്ന മക്കൾക്ക് ഇതിൻ്റെ മോഡലായിരിക്കും കേട്ടോ ഉണ്ടാവുക. അപ്പോൾ ഇത് ഇൻ്റഗ്രേഷൻ ഡേ 2 ആക്ടിവിറ്റി 6 ആണ് കേട്ടോ. ലെറ്റ്സ് മേക്ക് ഗ്രൂപ്പുകളാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടെ ഒരു സ്റ്റേജൊക്കെ അലങ്കരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ 3 കുട്ടികളെ കാണിക്കുന്നുണ്ട്. ആരാ? ഹൃതിക, മിനിക്കുട്ടി, രാജി. അപ്പോൾ ഹൃതികയുടെ കയ്യിൽ 20 ഫ്ലവേഴ്സാണുള്ളത്. മിനിക്കുട്ടിയുടെ കയ്യിലും 20 റിബണാണ്. അതുപോലെ രാജിയുടെ കയ്യിലും 20 ബലൂണാണ് കേട്ടോ. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താ, അങ്ങനെയൊക്കെ ചിത്രങ്ങളൊക്കെ കൊടുക്കുക എന്നല്ലാണ്ട് സംഭവം എന്താ വെച്ചാൽ 20 അല്ലേ, 20 ഏതൊക്കെ കൂട്ടുന്ന സമയത്താണ് 20 കിട്ടുക, 20 കിട്ടുക. അപ്പോൾ പല വഴികൾ മക്കൾ പഠിച്ചിട്ടുണ്ടല്ലേ, ഏതൊക്കെ നമ്പേഴ്സ് കൂട്ടുന്ന സമയത്താണ് 20 കിട്ടുക, അത് എഴുതാനാണ് കേട്ടോ. അപ്പോൾ ഹൃതികയ്ക്ക് 20 ഫ്ലവേഴ്സ് അല്ലേ, 20 ഫ്ലവേഴ്സാണ്. അപ്പോൾ ഏതും അലങ്കരിക്കാൻ വേണ്ടി 2 വിഭാഗങ്ങളാക്കി, 2 കൂട്ടങ്ങളാക്കി. അപ്പോൾ ഏതും എടുക്കാം. 10ഉം 10ഉം എടുക്കുക അല്ലേ. 10ഉം 10ഉം എത്രയാ? 20. 10 + 10 20 ആണ് അല്ലേ. അതുപോലെ മിനിക്കുട്ടി റിബൺ 20, അതുപോലെ തന്നെ ഗ്രൂപ്പുകളാക്കണം. അപ്പോൾ ഏതൊക്കെ എടുക്കാം? 15 + 5 അല്ലേ, 15 + 5 അപ്പോഴും 20 അല്ലേ. ഇനി രാജി 20 ബലൂണാണ് അല്ലേ, 20 ബലൂണാണ്. പിന്നെ ഏതൊക്കെ തമ്മിൽ കൂട്ടിയാലാണ് 20 കിട്ടുക? നമുക്ക് ഏതും എടുക്കാം. 18 + 2, 16 + 4 അല്ലേ, 14 + 6, 12 + 8. നമുക്ക് ഇഷ്ടമുള്ളത് അല്ലേ, അത് രണ്ടും കൂടെ കൂട്ടുന്ന സമയത്ത് 20 കിട്ടണമെന്നേ ഉള്ളൂ. അപ്പോൾ മക്കൾക്ക് ഇഷ്ടമുള്ളത് എഴുതാട്ടോ. അതിലുള്ള അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഔട്ട് ഓഫ് ദ 18 ഫ്ലവേഴ്സ് ഹാഫ് ഓഫ് ദ ഫ്ലവേഴ്സ് വേർ ഗിവൺ ടു മീനു. 18 ഫ്ലവേഴ്സിൽ ഹാഫ് ആർക്ക് കൊടുത്തു? മീനുവിന് കൊടുത്തു അല്ലേ. 18 പൂക്കളിൽ പകുതി മീനുവിന് കൊടുത്തു. അങ്ങനെയെങ്കിൽ മീനുവിന് എത്ര പൂക്കൾ കിട്ടി? 18ൻ്റെ പകുതി എത്രയാ മക്കളെ? 10ഉം 8ഉം ആണല്ലേ 18. അപ്പോൾ അത് സെയിം അല്ലല്ലോ. ഇപ്പോൾ പകുതി ആവില്ലല്ലോ. ഏതാ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, 9ഉം 9ഉം 9 + 9 ആണ് 18. അപ്പോൾ മീനുവിന് എത്രയാ കിട്ടിയിട്ടുണ്ടാവുക? 9 ആണ് അല്ലേ. ഹാഫ് എന്ന് പറയുന്നത് 9 ആണ്. അടുത്തത്, നല്ല ആരോഗ്യത്തിന് നാം കഴിക്കേണ്ട ആഹാര സാധനങ്ങൾക്ക് ഈ സ്മൈലി വരയ്ക്കണം. പാല് അപ്പോൾ നല്ലതല്ലേ, അപ്പോൾ അതിന് സ്മൈലി വരയ്ക്കുക. പിന്നെ ഫ്രൂട്ട്സ് സ്മൈലി വരയ്ക്കുക. അതുപോലെ ഐസ്ക്രീം സ്മൈലി വേണ്ട അല്ലേ. പിന്നെ പച്ചക്കറികൾ വെജിറ്റബിൾസ് എന്താണ്, അതിന് സ്മൈലി വരയ്ക്കുക. പിന്നെയോ ഗോതമ്പ്, അരി സ്മൈലി വരയ്ക്കുക. പിന്നെ മുട്ട, മീൻ സ്മൈലി വരയ്ക്കുക അല്ലേ. പിന്നെ മുകളിൽ ഒന്നുള്ളത് എന്താണ്? ഷവർമ്മയാണ് അല്ലേ. ഷവർമ്മയ്ക്കും സ്മൈലി വേണ്ട. ഞാനിവിടെ ടിക്ക് മാർക്കാട്ടോ കൊടുത്തിട്ടുള്ളത്. മക്കൾ സ്മൈലി വരയ്ക്കുക. അപ്പോൾ ഐസ്ക്രീമും ഷവർമ്മയും ഒക്കെ വല്ലപ്പോഴും കഴിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ നല്ല ആരോഗ്യത്തിന് അതൊന്നും വേണ്ട അല്ലേ. അടുത്തത് താഴെ നോക്കിക്കേ. കൂട്ടത്തിൽ പെടാത്തതിനെ വട്ടത്തിലാക്കൂ. ആദ്യത്തേതാരാ? പഴമുണ്ട്, പിന്നെ പൈനാപ്പിൾ ഉണ്ട്, ബർഗർ ഉണ്ട്, ആപ്പിൾ ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്. അപ്പോൾ ആരാ അതിൽ കൂട്ടത്തിൽ പെടാത്തത്? സിമ്പിളാണല്ലേ. ആരാണ്? ബർഗറാണ് അല്ലേ. അടുത്തത് ഇൻ്റഗ്രേഷൻ ഡേ 1 ഒരു ക്വസ്റ്റ്യനാണ്. ആടാം, പാടാം, വരയ്ക്കാം, വായിക്കാം എന്നിങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ചിത്രം തന്നിട്ടുണ്ട് അല്ലേ. പട്ടത്തിൻ്റെ ചിത്രമുണ്ട്, വിമാനത്തിൻ്റെതുണ്ട് അല്ലേ, മേഘങ്ങൾ, മഴവില്ല്, പൂമ്പാറ്റ ചെടികളൊക്കെ ഉണ്ട് അല്ലേ. പിന്നെ ഒരു കുട്ടി കളറ് കൊടുക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് നല്ല ഭംഗിയിൽ പുറത്തൊന്നും പോവാതെ കളറ് കൊടുക്കുക കേട്ടോ. അടുത്ത ചോദ്യം എന്താണ്? വായിക്കൂ, നിറം നൽകൂ. വായിച്ചിട്ട് നിങ്ങൾ നിറം കൊടുക്കണം. ഇവിടെ ചിത്രം നോക്കിക്കേ. സ്റ്റാറുകൾ തന്നിട്ടുണ്ട് അല്ലേ. ചെറിയ 2 നക്ഷത്രങ്ങൾക്ക് ചുവപ്പ് നിറം നൽകണം. എവിടെ ചെറിയ നക്ഷത്രങ്ങൾ? താഴെ. അതിന് നിങ്ങൾ എന്ത് ചെയ്യുക? ചുവപ്പ് നിറം നൽകുക. പിന്നെയോ വലിയ നക്ഷത്രത്തിന് നീല നിറമാണ് നൽകേണ്ടത്. ഇതാണല്ലേ. ഇതിന് നിങ്ങൾ നീല നിറം കൊടുക്കുക. പിന്നെ ചിരിക്കുന്ന നക്ഷത്രത്തിന് ഇഷ്ടമുള്ള നിറം കൊടുക്കാം. ചിരിക്കുന്ന നക്ഷത്രത്തെ കണ്ടോ? അതിന് മക്കൾ ഇഷ്ടമുള്ള നിറം കൊടുക്കുക കേട്ടോ. പിന്നെയോ പൂവ് പോലുള്ള നക്ഷത്രം കണ്ടില്ലേ, അതിൻ്റെ നടുവിൽ മഞ്ഞയും ഇതളുകൾക്ക് പച്ച നിറവും നൽകൂ. കണ്ടോ? ഈ നടുഭാഗത്ത് മഞ്ഞ കൊടുക്കുക, ചുറ്റുമുള്ള ഇതളുകൾക്കുള്ളിലൊക്കെ പച്ച കേട്ടോ. ഞാനിവരോട് ടിക്ക് മാർക്ക് ഇട്ടിരിക്കുന്ന മക്കൾ നല്ല വൃത്തിയിൽ കൊടുക്കണേ. താഴെ ഉത്തരം എഴുതാം. നടുവിൽ മഞ്ഞ നിറം നൽകേണ്ടത് ഏത് നക്ഷത്രത്തിനാണ്?
ഏതായിരുന്നു മക്കളെ നമ്മൾ നടുവിൽ മഞ്ഞ നിറം കൊടുത്തത്? പൂവ് പോലുള്ള നക്ഷത്രത്തിനാണല്ലേ, അതായത് സൂര്യന്. അടുത്ത പ്രവർത്തനം നോക്കിക്കേ, തരം തിരിക്കാം. ഇവിടെ ഒരുപാട് വാഹനങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. ബസ് ഉണ്ട്, പിന്നെയോ മണ്ണുമാന്തി യന്ത്രം, ബോട്ട്, സൈക്കിള്, തീവണ്ടി, തോണി, വിമാനം, റോക്കറ്റ്, ലോറി, കപ്പൽ, ഹെലികോപ്റ്റർ, അങ്ങനെ ഒരുപാട് വാഹനങ്ങളുടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെയോ അതുപോലെ 3 ബോക്സും കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ബോക്സിൽ എഴുതിയിട്ടുണ്ട് കരയിലൂടെ. അപ്പോൾ ബാക്കി രണ്ടും ഏതായിരിക്കും? വെള്ളത്തിലൂടെ, ആകാശത്തിലൂടെ അല്ലേ. കരയിലൂടെ ഉള്ള വാഹനങ്ങൾ ഏതൊക്കെയാണ്? ബസ്, മണ്ണുമാന്തി യന്ത്രം, സൈക്കിൾ, തീവണ്ടി, ലോറി അല്ലേ. ഇനി വെള്ളത്തിലൂടെയോ? ബോട്ട്, തോണി, കപ്പൽ. ആകാശത്തിലൂടെ ഏതൊക്കെയാ? വിമാനം, റോക്കറ്റ്, ഹെലികോപ്റ്റർ. ഓക്കെ അല്ലേ? അടുത്ത പ്രവർത്തനം മുയൽ കണ്ട കാഴ്ചകൾ. ചിത്രം നോക്കി മുയൽ കണ്ട കാഴ്ചകൾ എഴുതൂ. ഇവിടെ ഒരു വിമാനത്തിൻ്റെ മുകളിലാണല്ലേ മുയലുള്ളത്. മുയൽ താഴോട്ട് നോക്കുകയാണ്. എന്തൊക്കെ കാഴ്ചകളാണ് താഴെ മുയൽ കാണുന്നത്? തീവണ്ടി പോകുന്നു, മീൻ പിടിക്കുന്നു അല്ലേ. പിന്നെയോ മീൻകാരൻ മീൻ പിടിക്കുന്നു, ഒരാൾ തോണി തുഴയുന്നു, അതുപോലെ നെൽപ്പാടങ്ങളുണ്ട്, കുട്ടികൾ പട്ടം പറത്തുന്നു, വീട് കാണാം അല്ലേ, പുഴ കാണാം, മല കാണാം, മലയുടെ മുകളിലൂടെ പക്ഷികൾ പറക്കുന്നത് കാണാം. ഇതുപോലെ മക്കൾക്ക് കാഴ്ചയിൽ ഇഷ്ടമുള്ളതൊക്കെ എഴുതാട്ടോ. അടുത്ത പ്രവർത്തനം ഇവരെന്തെല്ലാം പറഞ്ഞിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒരു സംഭാഷണം എഴുതാനാണ്. ഇവിടെ ഹൃതിക വിളിക്കുകയാണ്. എന്ത്? മുത്തശ്ശി, ഇത് ആരാണെന്ന് മനസ്സിലായോ എന്നല്ലേ. ഹൃതികയുടെ കൂടെ ഒരു കുട്ടി കൂടെ ഉണ്ട്. അപ്പോൾ മുത്തശ്ശിയോട് ചോദിക്കുകയാണ്, ഇത് ആരാണെന്ന് മനസ്സിലായോ എന്ന്. അപ്പോൾ മുത്തശ്ശി എന്ത് പറയാണ്? ഇല്ല എന്ന്. അപ്പോൾ ഹൃതിക അടുത്ത വരിയിൽ എന്തായിരിക്കും? ഹൃതിക ആ കുട്ടിയെ പരിചയപ്പെടുത്തി കൊടുക്കുകയായിരിക്കും അല്ലേ. അപ്പോൾ എന്താണ്? ഇത് എൻ്റെ കൂട്ടുകാരി മിനിക്കുട്ടിയാണ് എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ്, ആഹാ, 2 പേരും കൂടി എങ്ങോട്ടാ? അപ്പോൾ ഹൃതിക പറയാണ്, ഞങ്ങൾക്ക് ഒരു പാട്ട് മത്സരം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തും അവിടെ എഴുതാം കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറയും, എന്ത്? 2 പേരും നന്നായിട്ട് പാടണം കേട്ടോ. അപ്പോൾ ഹൃതിക എന്താ പറയുന്നത്? ആയിക്കോട്ടെ മുത്തശ്ശി. അപ്പോൾ മുത്തശ്ശി പറയും, പോയി വരൂ മക്കളെ. അപ്പോൾ ഇതുപോലെ മക്കൾക്ക് മക്കളുടെ രീതിയിൽ എങ്ങനെ വേണമെങ്കിലും എന്തും എഴുതാം കേട്ടോ. നിങ്ങളുടെ ഭാവനയിൽ നിങ്ങൾക്ക് എഴുതാം. അടുത്ത പ്രവർത്തനം കഥ പറയാം. ഇവിടെ ഒരു ചിത്രം തന്നെ നോക്കിക്കേ. ഹൃതിക കുട്ടിയാണല്ലേ ചിത്രത്തിലുള്ളത്. ഹൃതിക കുട്ടി എന്താണ്? ചിത്രം വരയ്ക്കുകയാണ്. എന്താണ് ചിത്രം വരയ്ക്കുന്നത്? ഒരു പെൻസിലാണ്. പെൻസിലിന് കണ്ണുണ്ട്, വായുണ്ട്, 2 ചിറകുണ്ട് അല്ലേ. അപ്പോൾ ഇത് വെച്ചിട്ട് ഹൃതിക കുട്ടി പെൻസിലിനെ കുറിച്ച് പറയുന്ന ഒരു കഥയാണ് കേട്ടോ എഴുതേണ്ടത്. ഒരു മാജിക് പെൻസിലിൻ്റെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ പെൻസിലിന് വലിയ 2 ചിറകുകളുണ്ട്. ഈ പെൻസിൽ ഉപയോഗിച്ച് നമ്മൾ എന്തെഴുതിയാലും അത് സാധിക്കും. ഒരു ദിവസം ഞാൻ അതിൻ്റെ മുകളിലിരുന്ന് പറക്കുന്നതായിട്ട് എഴുതി. പിന്നെ കുറേ സമയം പെൻസിലിൻ്റെ പുറത്തായിരുന്നു യാത്ര, പക്ഷിയെപ്പോലെ. അത് വളരെ നല്ലൊരു അനുഭവമായിരുന്നു. ഇതുപോലെയൊക്കെ മക്കൾക്ക് എഴുതാട്ടോ. ഇനി താഴെ എന്താ ചോദിച്ചിട്ടുള്ളത്? കഥയ്ക്ക് അനുയോജ്യമായ തലക്കെട്ട് നൽകൂ. എന്ത് കൊടുക്കാം നമുക്ക്? മാജിക് പെൻസിലിന് കൊടുത്താലോ? അപ്പോൾ ഇത്രയാണ് മക്കളെ ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മക്കൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് സ്റ്റഡി ടൈമിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.